അപ്പോൾ ഗായ്സ്, ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ഫൈനൽ ഡേ ആണ്, നമ്മുടെ തേർഡ് ഡേ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പോയിട്ടുള്ളത് ടോപ്പ് സ്റ്റേഷനിലേക്കാണ്. ലാസ്റ്റ് ഡേയിൽ നമ്മൾ ഫസ്റ്റ് പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ടോപ്പ് സ്റ്റേഷനാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തൊട്ട് അവിടെ നല്ല രീതിക്ക് മഴയുണ്ട്. നല്ല മഴയായിരുന്നു ആ സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. സോ ഞങ്ങൾക്ക് കുറച്ച് ഹെക്റ്റിക്കായിരുന്നു അതിൽ കൂടെ പോകാമെന്നുള്ളത്. കാരണം മഴ ആയതുകൊണ്ട് തന്നെ നമ്മളാകെ അളിപിളിന്നായിരിക്കും ഒരവസ്ഥയിലായിരുന്നു. പിന്നെ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഷീറ്റൊക്കെ ഇട്ട ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്ന് കണ്ടുകൊണ്ടിരിക്കുക. റെയിൻ കോട്ടൊക്കെ ഇട്ടാണ് നടക്കുന്നത്. അതാണ് ഞങ്ങളുടെ അവസ്ഥ. അത്ര മഴയായിരുന്നു. അപ്പോൾ അതും കോടയും അതിൻ്റെ കൂടെ തന്നെ മഴയും കൂടെ ആയപ്പോൾ നല്ല രീതിക്ക് തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല പോലെ കോട കെട്ടി നിൽക്കുമായിരുന്നു. അതുകൊണ്ട് അധികം വ്യൂ ഒന്നും ഇല്ലായിരുന്നു. മലയൊന്നും അധികം വ്യക്തമായിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. മൊത്തം കോട മൂടിയിട്ടുണ്ടായിരുന്നു. അതിന് കൂടെ മഴ, ഞങ്ങൾ കോടയൊക്കെ പിടിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഷൂ ഒക്കെ നല്ല സ്ലിപ്പറി ആയിരുന്നു. ആ ഇറങ്ങുന്ന വഴി മൊത്തം കല്ല് വെച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ, അവിടെയൊക്കെ നല്ല സ്ലിപ്പറി ആയിരുന്നു. ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാണ്ട് താഴേക്ക്. ആ ഒരു വ്യൂ കിട്ടുന്ന ഏരിയ എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് നമ്മൾ അങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കണം. ഞങ്ങളതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നവിടെ എത്തിക്കഴിഞ്ഞാലും നമുക്ക് കോടയല്ലാതെ വേറെ ഒന്നും കാണാൻ പറ്റില്ല. കാരണം അമ്മാതിരി കോട കണ്ടില്ലേ, മുഴുവൻ കോട മൂടിയിരിക്കുകയാണ്. ആ വൈറ്റ് കളറിൽ കാണുന്ന മുഴുവൻ കോടയാണ്. ഈ കോട മാറിയാൽ മാത്രമേ നമുക്ക് മല കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കയറുന്ന വഴിക്ക് ഞങ്ങൾ അവിടെ നിന്ന് മാഗിയൊക്കെ കഴിച്ചു. കഴിഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ കയറി പോവുകയാണ് ചെയ്തത്. അവിടേക്ക് ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ നേരെ ബസ്സിൽ കയറിയിട്ട് വീണ്ടും അവിടെ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പോകാനുണ്ടായിരുന്നത് കുറച്ച് എന്താ പറയുക, ഈ ടീ ഫാക്ടറി ഉണ്ട് അവിടെ, ചായപ്പൊടി കിട്ടുന്ന ഫാക്ടറി ഉണ്ട്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അവിടെ ചായപ്പൊടി, അതുപോലെ തന്നെ മറയൂർ ശർക്കര, അങ്ങനത്തെ സാധനങ്ങൾ ഒരുപാട്, അങ്ങനത്തെ കുറേ നല്ല നല്ല ഫ്രഷ് ചായപ്പൊടി കിട്ടുന്ന ഒരു ടീ സ്റ്റേഷനാണത്. അങ്ങോട്ടേക്കാണ് ഞങ്ങൾ അടുത്തതായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കുറേ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. ഒരുപാട് ചായപ്പൊടി, വെറൈറ്റീസ് ഓഫ് ചായപ്പൊടി, ഗ്രീൻ ടീയുടെ തന്നെ പല പല വേരിയൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് നല്ല, നമുക്ക് ബൈ 4 get 1 ഓഫർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ റിപ്പിൾ ടീൻ്റെ ഗോഡൗണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഫുള്ള് റിപ്പിൾ ടീയുടെ തന്നെ ഗ്രീൻ ടീ, അവരുടെ തന്നെ ഡസ്റ്റ് ടീ, ലീഫ് ടീ ഒക്കെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ നേരെ ഒരു ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് കിട്ടുന്ന ഒരു കടയിലേക്ക് പോയി. അവിടെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. അവിടെ നിന്ന് ഞങ്ങൾ ചോക്ലേറ്റ്സ് നോക്കാൻ വേണ്ടിയിട്ട് കയറി. ഡാർക്ക് ചോക്ലേറ്റ്സും വൈറ്റ് ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ പല പല വേരിയൻസ് ഉണ്ട്. അതും കൂടാതെ ജെല്ലീസ്, ജാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. ചോക്ലേറ്റ്സ് തന്നെ പല പല റേറ്റിന് കിട്ടും. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്, പക്ഷെ ക്വാളിറ്റി കൂടുന്തോറും അവിടെ റേറ്റും കൂടും. അവിടെ അതുപോലെ തന്നെ ഒരുപാട് സ്മോൾ ക്യാൻഡീസും ഉണ്ടായിരുന്നു. ഒരുപാട് ജെല്ലി, ഇങ്ങനെ ബട്ടർഫ്ലൈൻ്റെ പോലത്തെ ജെല്ലി മിഠായി, പിന്നെ പുളി മിഠായി, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. കൂടാതെ സോൻ പപ്പടി, ഹൽവ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഷോപ്പിലുണ്ടായിരുന്നു. ഞങ്ങൾ കുഞ്ഞി കുറച്ച് ക്യാൻഡീസും എല്ലാവർക്കും കൊടുക്കും. കുറച്ച് ക്യാൻഡീസും, അതുപോലെ തന്നെ ഇത് മറ്റേ കോല് മുട്ടായി, അതിങ്ങനെ തുറന്ന് കഴിക്കാൻ പറ്റും. അതിനുശേഷം നമ്മൾ നേരെ വിട്ടത് അടുത്ത ഡെസ്റ്റിനേഷനിലേക്കാണ്. അവിടെ തന്നെ വേറെ ഷോപ്പുകളുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അൺഫോർച്ചുനേറ്റ്ലി അവിടെ അഫോർഡബിൾ ആയിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും നടക്കില്ല. എന്നാൽ നമുക്ക് അത്ര ക്വാളിറ്റിയിൽ സാധനങ്ങളൊന്നും കിട്ടില്ല. എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചായപ്പൊടി, ചോക്ലേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. പ്യുവറായിട്ടുള്ള സാധനം കിട്ടും. നല്ലത് നമുക്കല്ലാത്ത സാധനങ്ങളൊന്നും അവിടെ നിന്ന് അത്ര അഫോർഡബിൾ ആയിട്ട് കിട്ടില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അവിടെ പിന്നെ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കിട്ടും. കുറച്ച് പേര് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ നമുക്ക് അവിടുത്തെ ടെക്സ്റ്റൈൽസിലോ അങ്ങനത്തെ കടകളൊന്നും കയറി ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഒട്ടും അഫോർഡബിൾ അല്ല. ഞങ്ങൾ ജസ്റ്റ് ആ റൂട്ട് മൊത്തം ഇങ്ങനെ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു തണുപ്പ്, ഒരു ചാറ്റൽ മഴയൊക്കെ ആയിട്ട് നമുക്കത് കൊണ്ടിങ്ങനെ അതിലിങ്ങനെ ആ ഊട് വഴി കൂടെയൊക്കെ നടക്കാൻ നല്ല രസമാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയറിയ ഹെയർപിൻ വളവ് മുഴുവൻ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് നല്ല മിസ്സായി. കാരണം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. ട്രിപ്പൊക്കെ പെട്ടെന്ന് കഴിഞ്ഞ പോലെയായിരുന്നു. വെറും ഒരു 2 ഡേ ആണ് ഞങ്ങൾക്ക് എക്സാക്റ്റ് ഒരു ട്രിപ്പെന്ന് പറയാനുണ്ടായിരുന്നത്. ബാക്കി ഫുള്ള് ഇങ്ങോട്ട് വരുന്ന ദിവസം പോയി. തിരിച്ച് പെട്ടെന്ന് കഴിയുകയും ചെയ്തു. പോയത് ഒരു ദിവസം, ഇറങ്ങിയത് ഒരു ദിവസം, അങ്ങനെ 2 ദിവസം അങ്ങനെയും പോയി. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല പോലെ സൂര്യനൊക്കെ നല്ല ചുമന്നിരിക്കുന്നുണ്ടായിരുന്നു. ആ വ്യൂ മൊത്തം
എന്ത് ഭംഗിയാണെന്ന് പറയാം. അവിടുത്തെ ഒരു വ്യൂ നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന അത്ര ഭംഗിയിൽ നമുക്ക് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അത്ര ബ്യൂട്ടിഫുള്ളായിരുന്നു. നമ്മൾ അറിയാതെ നോക്കി നിന്ന് പോകും, നമ്മളെല്ലാം മറന്നു പോകും. അങ്ങനത്തെ ഒരു വ്യൂ ആയിരുന്നു അത്. ഫോണിൽ കാണുമ്പോൾ അത്രത്തോളം അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷൻ കിട്ടും എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുണ്ടായിരുന്നു. കാരണം ആ മഴ പെയ്ത് തോന്നുന്ന സമയമായതുകൊണ്ട് ആ ടൈമിൽ ഉള്ള ആ ഒരു സൂര്യൻ അസ്തമിക്കുന്ന ടൈമിലുള്ള ആ ഒരു ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. ആകാശം വേറൊരു ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരുമാതിരി ചുമപ്പും നീലയൊക്കെ കൂടി കലർന്ന രീതിയിലായിരുന്നു ആകാശം ഉണ്ടായിരുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇതൊരു സന്ധ്യ സമയം കൂടി ആയതുകൊണ്ട് ഒരു ഇളം കാറ്റും ഒക്കെ കൊണ്ടിങ്ങനെ ആസ്വദിച്ച് പോകാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ നിർത്തി ഞങ്ങൾ ആ വ്യൂവിൽ മൊത്തം മുഴുകിയിരിക്കുകയായിരുന്നു. അതിന് ശേഷം ഞങ്ങൾ രാത്രിയൊക്കെ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി. അവിടുന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ നിൽക്കുവാണ്. ഞങ്ങൾക്ക് സെക്കൻഡ് ഡേ ആയിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. ഇത് സാധാരണ എല്ലാവർക്കും ലാസ്റ്റ് ദിവസമാണ് ക്യാമ്പ് ഫയർ ഉണ്ടാവുക. കാരണം ഞങ്ങൾ ലാസ്റ്റ് ദിവസം നൈറ്റ് ഇറങ്ങായതുകൊണ്ട് ഞങ്ങൾക്ക് സെക്കൻഡ് ഡേ ആയിരുന്നു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നത്. അത് ഇന്നലെ ഇട്ട വീഡിയോന് കൂടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ മറന്നുപോയി. സോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് മോസ്റ്റ് ബ്യൂട്ടിഫുൾ മെമ്മറീസിലൊന്നായിരുന്നു അത്. എല്ലാവരും ഒരുമിച്ച് എല്ലാം മറന്ന് ഡാൻസ് ചെയ്യുകയാണ്. എല്ലാം അവരുടെ ടെൻഷൻ സ്ട്രെസ് ഒക്കെ മറന്ന് ഞങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്ന കുറേ മൊമെൻറ്റ്സ് ആയിരുന്നു അത്. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കൂടെ ടീച്ചേഴ്സും ഞങ്ങളും എല്ലാവരും കൂടെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു മൊമെൻറ്റും കൂടിയാണ്. ഞങ്ങളുടെ ട്രിപ്പിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ കൂടിയാണ് ഇത്. അപ്പോൾ ഞങ്ങളത് മാക്സിമം എൻജോയ് ചെയ്തു. അപ്പോൾ ഇന്നലെ എനിക്ക് അതിൻ്റെ കൂടെ അത് അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ല. ക്ലിപ്സൊക്കെ ഇന്നലെയാണ് വന്നത്. സോ ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ്. സോ അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ടൂർ കൂടി അവസാനിച്ചിരിക്കുകയാണ്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ മിനി ടൂർ വ്ളോഗ് ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നാളെ തൊട്ട് ക്ലാസ് തുടങ്ങുകയാണ്. സോ ഇനി ക്രിസ്മസ് പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട്. സോ അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. Till then, bye bye, ta-ta.